ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഹാന കൃഷ്ണയുടെ അഭിനയ ജീവിതം തുടങ്ങിയത്. നേരത്തെയും അവസരങ്ങൾ ലഭിച്ചെങ്കിലും പഠനം കഴിഞ്ഞു മതി സിനിമാ പ്രവേശനം എന്നായിരുന്നു തീരുമാനം. ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട അഹാനയ്ക്ക് മികച്ച അവസരങ്ങളായിരുന്നു പിന്നീട് ലഭിച്ചത്. ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള, ലൂക്ക, 18-ാം പടി, അടി, പാച്ചുവും അത്ഭുതവിളക്കും തുടങ്ങിയ ചിത്രങ്ങളിലായിരുന്നു അഹാന പിന്നീട് അഭിനയിച്ചത്. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രം ആണോ എന്നതാണ് ആദ്യം നോക്കാറുള്ളത്. പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കണമെന്നും ആഗ്രഹിക്കാറുണ്ടെന്നും അഹാന പറഞ്ഞിരുന്നു. അഭിനയം മാത്രമല്ല, സംവിധാനവും ക്യാമറയും ഒക്കെ തനിക്ക് വഴങ്ങുമെന്ന് അഹാന തെളിയിച്ചിരുന്നു. വ്ലോഗിലൂടെയായി തന്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് അഹാന. പരസ്യങ്ങളിലും താരപുത്രി അഭിനയിക്കാറുണ്ട്. യാത്ര ചെയ്യാനും പുതിയ രുചികൾ പരീക്ഷിക്കാനും ഒക്കെ ഏറെ ഇഷ്ടമാണ് അഹാനയ്ക്ക്. അഹാനയുടെ ക്വാളിറ്റി ഇഷ്ടമാണ്, ഞങ്ങളുടേത് സമാനമായ ഇഷ്ടങ്ങളാണെന്നുമായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്. ഫാമിലിയായി യാത്ര പോകുമ്പോൾ സ്ഥലത്തെക്കുറിച്ചും ഹോട്ടലിനെ കുറിച്ചും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചുമെല്ലാം അഹാന നേരത്തെ തന്നെ പഠിച്ചു വെക്കും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമാണെന്ന് സഹോദരിമാരും അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു അഹാനിയും ഇഷാനിയും ഹൻസികയും അബുദാബിയിലേക്ക് പോയത്. ഏറെ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തതാണ് ഈ ട്രിപ്പ്. സഹോദരിമാരെ കൂടാതെ തന്റെ സുഹൃത്തുക്കളെയെല്ലാം അഹാന പോയി കാണുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് കല്യാണി പ്രിയദർശനും അഹാനയ്ക്ക് അരികിലേക്ക് എത്തിയത്. അബുദാബിയിൽ എത്തിയ വിശേഷം ഇൻസ്റ്റഗ്രാമിലൂടെയായി കല്യാണി പങ്കുവച്ചിരുന്നു. ഫൈനലി ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്, ഇത് ഞാൻ എന്നും ഓർത്തിരിക്കും എന്നായിരുന്നു കല്യാണി കുറിച്ചത്. അഹാനയ്ക്കൊപ്പമായും അനിയത്തിമാരുടെ കൂടെയായും കല്യാണി ചിത്രങ്ങൾ എടുത്തിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയായി ഇരുവരും ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു. നിങ്ങളുടെ പോസ്റ്റുകൾ കാണുമ്പോൾ ഒരു സഹോദരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ടെന്ന് നേരത്തെ കല്യാണി പറഞ്ഞിരുന്നു. അഹാനയുടെ പോസ്റ്റിന് താഴെയായി വന്ന കമന്റ് അന്ന് ചർച്ചയായിരുന്നു. ജീവിത വിശേഷങ്ങളും അഹാന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. അനിയത്തിമാരും വീഡിയോകളും പോസ്റ്റുമൊക്കെയായി സജീവമാണ്. ദിയയുടെ വിവാഹം കഴിഞ്ഞതോടെ അടുത്തതായി ആരുടെ ആയിരിക്കുമെന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ സമയത്ത് നടന്നോളും എന്നായിരുന്നു അഹാന പ്രതികരിച്ചത്. അടുത്ത കല്യാണം അഹാനയുടേതായിരിക്കുമോ എന്നായിരുന്നു ആരാധകർ ചോദിച്ചത്. എന്നാൽ അതേക്കുറിച്ച് വ്യക്തമായി പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അഹാന.